കോയമ്പത്തൂരിലുള്ള ഇഷായോഗ സെന്ററിലെ മനോഹരമായ കാഴ്ചകളും രസകരമായ ലൈറ്റ് ഷോയുമെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി ഇവിടേക്ക് വരുന്നവർ ഇഷായോഗ സെന്ററിന്റെ പാർക്കിങ്ങിലേക്ക് തന്നെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മെയിൻ എൻട്രൻസിൽ നിന്നും പാർക്ക് ചെയ്യാനായി ഏകദേശം 3 കിലോമീറ്ററോളം പിറകിലോട്ട് വീണ്ടും വരേണ്ടി വരും. പാർക്കിംഗ് ഫീസായ 30 രൂപ നമ്മുടെ വാഹനത്തിലെ ഫാസ്ടാഗിൽ നിന്ന് തന്നെ ഈടാക്കുന്നതാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 200 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ആദിയോഗിയുടെ മനോഹരമായ സ്റ്റാച്യുവിനടുത്തെത്താം. ഞങ്ങൾ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണിപ്പോൾ. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് നമുക്ക് അനുഭവപ്പെടുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. ആദിയോഗി സ്റ്റാച്യുവിനടുത്ത് നിന്നും 500 മീറ്ററോളം മുന്നോട്ട് നടന്നാൽ ഇഷായോഗ സെൻറ്ററിലെത്താം. അവിടേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമായി കാളവണ്ടി സൗകര്യവുമുണ്ട്. 10 രൂപയാണ് ഒരാൾക്ക് ചാർജ്. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂവെങ്കിലും ഈ കാളവണ്ടിയിൽ എങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. കോമ്പൗണ്ടിനുള്ളിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ധാരാളം ഷോപ്പുകളുണ്ട്. ആളുകളെല്ലാം അവിടെ നിന്നും പലതരം സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കാണാൻ കഴിയും. യോഗ സെന്ററിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ ഇതിനുള്ളിലെ കാഴ്ചകൾ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 2 തീർത്ഥക്കുളങ്ങളും ധ്യാന കേന്ദ്രവും ക്ഷേത്രവുമെല്ലാം ഉൾപ്പെടുന്ന ഇവിടം വളരെ മനോഹരമാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് ആദിയോഗി സ്റ്റാച്യുവിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തന്നെയാണ്. അത് കാണാനായുള്ള ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ വന്നതിനേക്കാൾ വളരെയധികം ആളുകളെ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. രാത്രി കൃത്യം 7:15 തന്നെ ഷോ ആരംഭിക്കും. ഷോ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്റ്റാച്യുവിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നതിനായി ചുറ്റുമുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൂടുതൽ സമയമുള്ളതിനാൽ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഈ വീഡിയോയിൽ പ്ലേ ചെയ്തിട്ടുള്ളത്.
കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് നേരിട്ട് ബസ് സൗകര്യവും ലഭ്യമാണ്. കാഴ്ചകളെല്ലാം കണ്ട് പാർക്ക് ചെയ്ത വാഹനവും എടുത്ത് പുറത്തിറങ്ങിയ ഞങ്ങളെ കാത്ത് വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറോളം കാത്തു നിന്നാണ് ഇവിടെ നിന്നും പുറത്തിറങ്ങാനായത്.